പ്രിയ സുഹൃത്തുക്കളെ, തുറന്ന പുസ്തകം ഗ്രൂപ്പിൻ്റെ ലൈഫ് ടിപ്സിലേക്ക് ഹൃദ്യമായ സ്വാഗതം. 10 വയസ്സുള്ളൊരു മോൾ. അവളുടെ അച്ഛൻ മരിച്ചതാണ്. അമ്മ വീട്ടുവേലയ്ക്ക് പോയി മക്കളെ വളർത്തുന്നതിനിടെ ഒരു വീഴ്ചയിൽ കിടപ്പിലായി. അതോടെ വീട്ടിലെ ജോലി മുഴുവൻ ഏറ്റെടുക്കുന്നത് ഈ മോളാണ്. അനിയത്തിമാരുടെയും അമ്മയുടെയും കാര്യങ്ങളും അവൾ നോക്കുന്നു. ഭക്ഷണം പാകം ചെയ്യാനൊക്കെ വേഗം പഠിച്ചെടുത്തു. പുറമ്പോക്കിൽ ഓലമേഞ്ഞൊരു വീടാണ്. എങ്ങനെയോ ഒരു മാധ്യമപ്രവർത്തകൻ ഇതറിഞ്ഞു. അവളുടെ കഥ ചാനലിൽ വാർത്തയാക്കാൻ കുടിലിലെത്തി. ആ 10 വയസ്സുകാരി അരിവേവിക്കുന്നതിൻ്റെയും അനിയത്തിമാരെ സ്കൂളിലയക്കുന്നതിൻ്റെയും ദൃശ്യങ്ങൾ പകർത്തുന്നതിനിടെ അവളോട് ചോദിക്കുന്നുണ്ട്, ഇങ്ങനെയൊക്കെ ചെയ്യാൻ മോൾക്ക് എവിടുന്നാണ് ധൈര്യം കിട്ടുന്നത്? 10 വയസ്സിൻ്റെ നിഷ്കളങ്കതയിൽ അവൾ പറഞ്ഞു, ഞങ്ങൾക്ക് വേറെ ആരുമില്ല, അതുകൊണ്ട് ചെയ്യുന്നതാണ്. അത്രയേ ഉള്ളൂ. അവൾ ആരെയും കാത്തിരുന്നില്ല. അവൾക്കുള്ളിലെ ശക്തിയെ തിരിച്ചറിഞ്ഞു. സ്വന്തം നെഞ്ചുറപ്പിൽ മുന്നിലെ ജീവിതത്തോട് ഏറ്റുമുട്ടി. ചെറിയ സങ്കടങ്ങളിൽ പോലും വല്ലാതെ മനസ്സു തകർന്ന് നിരാശയുടെ പുതപ്പിനുള്ളിലേക്ക് ചുരുണ്ടുകൂടുന്ന വലിയ മനുഷ്യർക്കുള്ള ഉപദേശം കൂടിയാണ് ഈ വാക്കുകൾ. ജിബ്രാന്റെ ഒരു കഥയുണ്ട്. ഉയരമുള്ളൊരു കെട്ടിടത്തിനു മുകളിൽ ഒരാൾ കുടുങ്ങിപ്പോയി. റോഡിലൂടെ നടന്നു പോകുന്നവരെ എത്ര വിളിച്ചിട്ടും കേൾക്കുന്നില്ല. കീശയിൽ കുറച്ച് ചില്ലറ നാണയങ്ങളുണ്ട്. അത് താഴേക്കിട്ടു. നാണയങ്ങൾ കണ്ടാൽ ആരെങ്കിലും ഒന്ന് മുകളിലേക്ക് നോക്കുമല്ലോ എന്നായിരുന്നു പ്രതീക്ഷ. ആരും നോക്കിയില്ല. എല്ലാവരും നാണയങ്ങൾ കീശയിലാക്കി നടന്നുപോയി. ഇനി ചില്ലറയില്ല. അരികത്ത് ചെറിയ കല്ലുകളുണ്ട്. അതെടുത്ത് ഓരോന്നോരോന്നായി താഴേക്കെറിഞ്ഞു. കല്ലുകൾ ദേഹത്തു കൊണ്ടവരെല്ലാം ദേഷ്യത്തോടെ മുകളിലേക്ക് നോക്കി. ജീവിതത്തിലും മനുഷ്യരിങ്ങനെയെന്ന് ജിബ്രാൻ പറയുന്നുണ്ട്. അനുഗ്രഹങ്ങൾ ആസ്വദിക്കും, സങ്കടങ്ങളിൽ പരാതിപ്പെട്ട് കരയും. അനുകൂലമല്ലാത്ത അനുഭവങ്ങളെയും സ്വീകരിക്കാൻ പ്രാപ്തിയുള്ളൊരു മനസ്സാണ് ഭാഗ്യം. ജപ്പാനിലൊരു രീതിയുണ്ട്. പൊട്ടുള്ള ഭാഗം സ്വർണം പൂശി ഒട്ടിക്കും. പാത്രത്തിനപ്പോൾ മുമ്പില്ലാത്തൊരു ഭംഗി വരും. ജീവിതത്തിലും പൊട്ടുകളുണ്ട്, കീറിപ്പറിഞ്ഞ അവസ്ഥയുണ്ട്. പരിഭവങ്ങളില്ലാതെ നമ്മളും ചെയ്യേണ്ടത് അത്രയേ ഉള്ളൂ. ദൈവവിശ്വാസം കൊണ്ട് ആത്മവിശ്വാസത്തിൻ്റെ സ്വർണം പൂശാൻ കൽപ്പ് നേടണം. പ്രിയമകനെ നഷ്ടമായപ്പോൾ ഒരു പിതാവ് പറഞ്ഞ ധീരവചനം വിശുദ്ധ വേദഗ്രന്ഥത്തിലുണ്ട്. ഭംഗിയായി ക്ഷമിക്കാം, സഹായിക്കാൻ എൻ്റെ നാഥനുണ്ടല്ലോ എന്ന്. പ്രതീക്ഷയിൽ കാത്തിരിക്കാൻ തയ്യാറായപ്പോൾ നഷ്ടമായതെല്ലാം ആ പിതാവിന് തിരികെ കിട്ടി. നമുക്കും കിട്ടും. എത്രയും സഹിക്കാനും എത്രയും കാത്തിരിക്കാനും കഴിയുമോ എങ്കിൽ ഈ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കും. ആയുസ്സിലെ ഏറ്റവും വലിയ ആനന്ദം ഒരു സ്ത്രീ അനുഭവിക്കുന്നത് എപ്പോഴാണ്? അവളുടെ ആയുസ്സിലെ ഏറ്റവും വലിയ വേദന സഹിച്ചപ്പോൾ അല്ലേ? എല്ലാവർക്കും നന്മകൾ നേരുന്നു. നന്ദി.